സംവിധായകൻ രഞ്ജിത്തിനെതിരായ കേസിൽ ഇന്ന് സാക്ഷിമൊഴി രേഖപ്പെടുത്തും. സംവിധായകൻ ജോഷി ജോസഫിന്റെ മൊഴിയാണ് എടുക്കുക. ജയസൂര്യക്കെതിരായ പീഡന പരാതിയിൽ പരാതിക്കാരിയുടെ രഹസ്യമൊഴി എടുക്കാനും തീരുമാനമുണ്ട്. വിശദാംശങ്ങളുമായി അജീഷ് ജയകുമാർ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അജീഷ്, ഈ കേസുകളുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? ഉന്മേഷ്, ഈ പരാതിക്കാരിയുടെ മൊഴിയെടുപ്പ് പൂർത്തിയാക്കിയ ശേഷം അടുത്ത ഘട്ട നടപടിയിലേക്ക് അന്വേഷണ സംഘം കടക്കുകയാണ്. ഇനി സാക്ഷിമൊഴി എടുക്കാനാണ് പോലീസ് തീരുമാനം. ഈ രഞ്ജിത്തിനെതിരായ പരാതി നൽകിയ ബംഗാളി നടിയുടെ ഈ പരാതിയിൽ പ്രധാനമായും പറയുന്നത് ഈ കൊച്ചി സ്വദേശി, അതായത് കേരളത്തിന് പുറത്ത് താമസമാക്കിയ സംവിധായകൻ, ഡോക്യുമെന്ററി സംവിധായകൻ ജോഷി ജോസഫിനോട് ഈ സംഭവം നടന്ന ആ സമയത്ത് തന്നെ ഈ വിവരം പറഞ്ഞിരുന്നുവെന്നാണ്. ഈ ജോഷി ജോസഫ് അത് മാധ്യമങ്ങളിലൂടെ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഈ ജോഷി ജോസഫിന്റെ മൊഴിയാണ് അന്വേഷണ സംഘം രേഖപ്പെടുത്തുക. ജോഷി ജോസഫ് ഇപ്പോൾ താമസിക്കുന്നത് എറണാകുളം തമ്മനത്താണ്. ജോഷി ജോസഫിന്റെ വീട്ടിലെത്തിയായിരിക്കും അന്വേഷണ സംഘം മൊഴിയെടുക്കുക. ഇന്ന് വൈകിട്ട് മൊഴി രേഖപ്പെടുത്താനാണ് നീക്കം. അതേപോലെ തന്നെ ജയസൂര്യക്കെതിരായ പീഡന പരാതിയിലും പരാതിക്കാരിയുടെ രഹസ്യമൊഴി നീക്കാൻ പോലീസ് നീക്കം തുടങ്ങിയിട്ടുണ്ട്. കന്റോൺമെന്റ് പോലീസ് തിരുവനന്തപുരം CJM കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. കോടതി അനുവദിച്ചു കഴിഞ്ഞാൽ ഈ പരാതിക്കാരിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തും. ഒപ്പം തന്നെ ഈ സിനിമയുടെ സംവിധായകൻ 2009 പുറത്തിറങ്ങിയ ദേ ഇങ്ങോട്ട് നോക്കി എന്ന സിനിമയുടെ സംവിധായകൻ, നടനും കൂടിയായ ബാലചന്ദ്ര മേനോന്റെ മൊഴിയും പോലീസ് രേഖപ്പെടുത്തും. അതോടൊപ്പം തന്നെ ഈ സംഭവം നടന്ന സെക്രട്ടേറിയറ്റിലും പോലീസ് തെളിവെടുപ്പ് നടത്തും. ഈ സെക്രട്ടേറിയറ്റിൽ വച്ചാണ് യുവതിയെ, ഈ നടിയെ ജയസൂര്യ കടന്നു പിടിച്ചതെന്നാണ് ആരോപിക്കുന്നത്. ഈ സെക്രട്ടേറിയറ്റിന്റെ രേഖകൾ, ഈ വാടകയ്ക്ക് കൊടുത്തതിന്റെ രേഖകൾ നേരത്തെ അന്വേഷണ സംഘം പൊതുഭരണ വകുപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഒപ്പം തന്നെ സെക്രട്ടേറിയറ്റിനുള്ളിലും ഈ യുവതി പറഞ്ഞ ഈ സ്ഥലത്ത് വെച്ച് ഈ കടന്നു പിടിച്ചത് എന്ന് പറയുന്ന ഈ സ്ഥലത്തും പോലീസ് തെളിവെടുപ്പ് നടത്തും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അജീഷ് ജയകുമാറാണ് അന്വേഷണ വിവരങ്ങൾ നൽകിയത്. മോഹൻദാസ് ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ഇത്തരത്തിൽ വെളിപ്പെടുത്തലുകളൊക്കെ ഉണ്ടായി. അതിന് പിന്നാലെ എല്ലാവരും പോയി. ആ റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരുന്ന പവർ ഗ്രൂപ്പ് അതാരാണ്? അതുകൂടി പുറത്തേക്ക് വരേണ്ടതല്ലേ? ആജ്ഞയും അധികാരവും അവർക്കാണല്ലോ, അവരാര് എന്നുള്ള ചോദ്യം അദ്ദേഹം ഇപ്പോൾ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ വെളിപ്പെടുത്തലുകളൊക്കെ പുറത്തു വരുന്ന ഒരു പശ്ചാത്തലത്തിലും